വെൽക്കം ടു ദ ആമിന കുക്ക് ബുക്ക് വീഡിയോ. എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ കല്യാണ വീട്ടിൽ വെക്കുന്ന പോലെ അതേ സ്പൈസസോടെയും അതേ ടേസ്റ്റോടെയും എങ്ങനെ ബീഫ് കറി വെക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ അതിനായി വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, കുറച്ചധികം കൊച്ചുള്ളി തൊലിച്ചത്, വലിയ കൊച്ചുള്ളിയാണെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടേണ്ടതാണ്, 1.5 തക്കാളി, 2 പച്ചമുളക്, ഇറച്ചിക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ബീഫിന് 1 വെളുത്തുള്ളിയുടെ പകുതിയും അതേ കൂടുതൽ ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇറച്ചിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. പിന്നെ 2 സവാളയും കൂടി അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഏതിലാണോ നിങ്ങൾ ബീഫ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നന്നായിട്ട് മൂപ്പിക്കണം. ഒരു ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇങ്ങനെ വാടുമ്പോൾ ഇറച്ചിക്കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും നല്ലോണം ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2-3 സവാളയും കൂടെ അരിഞ്ഞ് ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല. പകരം നമ്മൾ ഇറച്ചി ഇടുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഉപ്പിട്ടാൽ നമ്മൾ ഇറച്ചിക്കകത്ത് ഉപ്പ് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് നല്ലോണം വഴറ്റണം. എത്രത്തോളം നമുക്ക് വഴറ്റാൻ പറ്റുന്നോ അത്രത്തോളം ഈ ഉള്ളിയുടെ ടേസ്റ്റും ബീഫിൻ്റെ ടേസ്റ്റും എല്ലാം കൂടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ 1 തക്കാളിയെ ഇടാവൂ. ആവശ്യത്തിനിരിക്കായി പച്ചമുളക്. നമ്മൾ തക്കാളി കൂടുമ്പോൾ ഒരു ബീഫ് കറിക്ക് ഒരു പുളിയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ 1 തക്കാളി മാത്രമേ ചേർക്കാവൂ. നല്ലോണം വാടി വന്ന ഉള്ളിയിലേക്ക് നമുക്ക് പൊടികളായിട്ട് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാലപ്പൊടി തന്നെ ഇടണം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയല്ല, നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത കുരുമുളക് പൊടി തന്നെ ചേർക്കണം. എന്നാലേ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അങ്ങനെ വാടിയ ഉള്ളിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫും കൂടെ ചേർക്കണം. ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കുന്നതിന് മുന്നേ നമ്മൾ ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് ചേർക്കണം. കാരണം വെന്ത് വരുമ്പോൾ ഇതിന് ഉപ്പ് കുറവ് കാണും. അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇറച്ചിയിൽ മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് മസാലയെല്ലാം ഇളക്കി എല്ലാ ഭാഗത്തും പറ്റി പിടിക്കുന്ന രീതിയിൽ ഇളക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഇറച്ചി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം വെന്ത് വരുമ്പോഴത്തേക്ക് ഇറച്ചിയിലെ വെള്ളമെല്ലാം പറ്റി ഇറച്ചി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറച്ചി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ കൂടുതലാവാനും പാടില്ല. അതായത് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഇറച്ചിക്കകത്ത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഓരോ കുക്കറും ഓരോ ബേസിലാണ് വേവുന്നത്. ഇവിടെ ഞാൻ ഒരു 8 വിസിൽ കേൾപ്പിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഇറച്ചിയെല്ലാം വെന്ത് വന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി വേണം കൂടുതലായിട്ട് നിൽക്കുന്നുള്ള. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഇറച്ചിക്കറിയിൽ ഒരു ചെവ വരും. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിക്കണം. തീ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കേണ്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇറച്ചിയെല്ലാം വെന്ത് വന്നിരിക്കുന്നു. നല്ലോണം വെന്ത് അഴുകി വന്നിരിക്കുന്നു. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് നമ്മൾ തീ കത്തിച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കേണ്ടുള്ളത്. ഇളക്കി ഇതിൻ്റെ പച്ചച്ചെവിയെല്ലാം മാറി ഒന്ന് മുകളിൽ നെയ്യ് കെട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറു തീയിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ വെള്ളമോ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കറി നന്നായിട്ട് കുറുകിയത് കാരണം ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വെട്ടിത്തിളച്ച് നെയ്യൊക്കെ തിളഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും തൂക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തീ സിമ്മിൽ തന്നെ ഇടുക. ഇതിൻ്റെ പച്ചച്ചെവയെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.